ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു കറികളൊന്നും വെക്കാൻ സമയമില്ലാത്ത സമയത്തോ നമുക്കൊരു വയ്യായ്മയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 200 ഗ്രാമിൻ്റെ സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത സേമിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കറക്റ്റ് അളവില്ല കേട്ടോ. നമുക്ക് സേമിയ ഒന്ന് വെന്തിട്ടാൻ ആവശ്യമായ വെള്ളം വെക്കണം, കുറച്ച് കൂടുതൽ വെക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം, അതാ വളരെ നേരിയ സേമിയാണ്. ഇപ്പോൾ വണ്ണമുള്ള സേമിയൊക്കെ ആണെങ്കിൽ ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ വേകാനായിട്ട്. ഇപ്പോൾ ഒരു കനം കുറഞ്ഞ സേമിയ ചെയ്തുകൊണ്ട് ഒരു 3 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. അപ്പോൾ അതാ നമ്മുടെ സേമിയ കുക്കായി വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഓട്ടപാത്രത്തിലേക്ക് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇത് ശരിക്കും ചെയ്യേണ്ടത്. ഇപ്പോൾ വെളിച്ചെണ്ണ എൻ്റെ അടുത്തില്ല കേട്ടോ. ഞാൻ തേങ്ങ ആട്ടാൻ ഇട്ടിട്ടേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പം ഞാനതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 4 പച്ചമുളക് ഞാൻ ഒന്നെടുത്ത് കീറി വെച്ചിട്ടുള്ളതാണ്. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതാ ഇത്രയുള്ള ചെറിയ ഒരു സവാളയുടെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ നമുക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 ബീൻസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ കുത്തുകൂടെ മാറിയിട്ടുണ്ട്. ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ബീൻസ് ഒരു പകുതി ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഇങ്ങനെ നീളത്തിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു ചെറിയ ക്യാരറ്റാണ് കേട്ടോ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കൂടുതലൊക്കെ വേണമെങ്കിൽ കുറച്ച് കൂടുതലും ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റ് ഒന്ന് സോഫ്റ്റായിട്ട് ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ വെജിറ്റബിളിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സേമിയ ഉപ്പിട്ട് തന്നെയാണ് വേവിച്ചെടുത്തത് കേട്ടോ. പിന്നെ ആ സേമിയ വേവിച്ച സമയത്ത് തിളക്കുന്ന വെള്ളത്തിൽ കുറച്ച് 1 ടീസ്പൂണോളം വരുന്ന ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണിത്, ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ക്യാരറ്റും ബീൻസൊക്കെ ആയാലും മതി. പിന്നെ നമ്മൾ പറയില്ലേ പച്ചപ്പട്ടാണി, ഫ്രഷ് ആയിട്ടുള്ള ഫ്രോസൺ ഗ്രീൻ ബീൻസ് അതുണ്ടെങ്കിലും അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. നമ്മൾ ആകെ 2 പൊടികൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, മഞ്ഞൾപ്പൊടിയും ഗരം മസാലയുടെ പൊടിയും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി എരിവാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു അല്പം കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം, കുരുമുളകിൻ്റെ പൊടി. അപ്പോൾ ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തും പോയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 കോഴിമുട്ട കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 കോഴിമുട്ട കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കോഴിമുട്ട ചേർത്തിട്ട് നമ്മൾ ഒരു മിനിറ്റൊക്കെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ പീസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും, കോഴിമുട്ട ഇങ്ങനെ കടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പറ്റി അങ്ങോട്ട് ഉടഞ്ഞു പോകും. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയിലൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമിയ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറികളൊന്നും വെക്കാൻ വയ്യാത്തൊരു സമയത്തോ അല്ലെങ്കിൽ പറ്റാത്തൊരു സമയത്തോ സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നല്ല ടേസ്റ്റിയും എന്നാൽ നല്ല ഹെൽത്തിയുമായ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ. അഭിപ്രായം അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ നമ്മുടെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.